രാജ്യം വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കാണാതെ പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് അവൻ അവിടെ നിന്ന് ഒരു ബാറ്റർ വീണപ്പോഴേ അവൻ്റെ ഉള്ളിൽ അവൻ കരുതി തുടങ്ങി. ആ കളിയാണ് അവൻ അവിടെ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കളിക്കുന്ന ആളല്ല. ഇതാണ് അവൻ്റെ ബാറ്റിംഗ് ശൈലി. ആ നാച്ചുറൽ ബാറ്റിംഗ് ശൈലി അവൻ തിരികെ കൊണ്ടുവന്നു. അവൻ വീഴില്ല. അവനെ പലരെ കൂടെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വീഴ്ചകളും അവൻ വീഴുന്നില്ല, വീഴാൻ നിന്ന് കൊടുക്കില്ല. അത് ഇതാണ് അവൻ്റെ ജീവിതം. നിനക്കൊരു 10 വർഷം നിൻ്റെ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും നിനക്ക് ഒരുപാട് റെക്കോർഡുകൾ വരാനുണ്ടായിരുന്നൊരു കുഞ്ഞാണ് നീ. അവിടെ നിന്നെ ബെഞ്ചിലിരുത്തി ഇത് ചെയ്ത് അകത്തും പുറത്തും ഒക്കെ ആക്കി നിന്നെ 10 വർഷം നിൻ്റെ വേസ്റ്റായിപ്പോയി. ഇല്ലെങ്കിൽ ഇവിടുത്തെ ക്രിക്കറ്റിൽ, ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് നമ്മുടെ സഞ്ജുവിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമായിരുന്നു. എങ്ങനെ കുറച്ച് റെക്കോർഡുകളുമായിട്ട് അവനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എന്ത് പറ്റിയടാ, ഇന്നലെയും ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. അവൻ്റെ ഒരു സൗണ്ടിനൊരു ഇടർച്ച വന്നു. അങ്ങനെ ഇന്നവരെ അങ്ങനെ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങളുടെ കൂടെ ഒരു 11 അവനും ഒരു സ്ഥാനം അർഹിക്കുന്നു. അത് 5-ന് താഴെയല്ല അവൻ്റെ സ്ഥാനം. നമ്മൾ 10-14 കൊല്ലം കൊണ്ട് അവനെ കണ്ടുകൊണ്ടിരിക്കാം. IPL 1 ഡൗൺ ഓപ്പൺ ഇതാണ് അവനെ കുറിച്ച്. അല്ലെങ്കിൽ 2 ഡൗൺ വരെ അവൻ ഓക്കെ ആണ്. എന്തുകൊണ്ട് താഴെ നന്നായിട്ട് അറിയാം. ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രാജ്യത്തിനെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മക്കൾ എന്താ ശ്രീലങ്കൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കാനോടെന്ന് ചോദിച്ചു. അവൻ എന്നെ കളിയാക്കി. ശ്രീലങ്കൻ ടീം നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും അപ്പനും ഇരുന്നോടുണ്ടാക്കണമെന്ന് ചോദിച്ചു. രാജസ്ഥാൻ റോയൽസ് നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കാൻ ആരും ശ്രമിച്ചില്ല. സഞ്ജുവിന് തോന്നി മതി, നമുക്ക് ഇത്രയും നാൾ നമ്മൾ ഇവിടെ നിന്നല്ലോ, മതി. അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് ധോണിക്ക് ശേഷം എന്നുള്ള ഒരാളിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. ധോണിബായിയുടെ പകരക്കാരനാകാൻ പലരും പറയുന്നു. അത് ആകില്ല ഒരിക്കലും. ആ ഒരു പകരക്കാരനാകാൻ പറ്റുമോ? ധോണി അദ്ദേഹത്തിന്റെ പകരക്കാരനാകാൻ സഞ്ജുവിന് പറ്റുമോ? ഒരിക്കലും പറ്റും. നമസ്കാരം. ശരിക്കും ഓരോ ഇന്ത്യക്കാരനും, ഞാൻ ഉൾപ്പെടെ വരുന്ന ഓരോ ഇന്ത്യക്കാരനും അതീവകരമായിട്ടുള്ള ഒരു പ്രൗഡ് മൊമെന്റിൽ നിൽക്കുകയാണ് സഞ്ജുവിനെ ഓർത്ത്. സ്വാഭാവികമായിട്ടും ഒരു അച്ഛനെന്ന നിലയിൽ ചിലപ്പോൾ അതിനേക്കാളും മുകളിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സാഹചര്യം, മൊമെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും കാലത്തെ സഞ്ജു മോൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് തുടങ്ങിയോ എന്നോല് നമ്മുടെ കേരളത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ കളിക്കാൻ തുടങ്ങിയോ, പിന്നെ ഈ IPL ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ടൈം. ഇങ്ങനൊരു ടൈം, ഇങ്ങനൊരു സന്തോഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഈ നമ്മൾ പറഞ്ഞ ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനകത്തുള്ള ആ ഒരു ഇന്നിങ്സ്, അതിൽ സഞ്ജുവിൻ്റെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് അങ്ങനെ തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. ആ ഒരു പെർഫോമൻസിനെ ഞാൻ ഒരു 3.5 വയസ്സ് മുതൽ എൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കാം. 3.5 വയസ്സ് മുതൽ എൻ്റെ മകൻ ക്രിക്കറ്റ് കളിക്കാം. ഞാൻ അവനെ ക്രിക്കറ്റിൽ വിട്ട് എൻ്റെ മൂത്ത മകനെയും രണ്ടുപേരെയും അന്ന് മുതലേ അവൻ ഇങ്ങനെ ബാറ്റ് ചെയ്യുന്ന അവൻ്റെ ബാറ്റിംഗ് ശൈലി എല്ലാം അവൻ സ്ട്രൈറ്റ് ബാറ്റ് കൊണ്ടേ കളിക്കും. അല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ ഷോട്ടല്ല. അവൻ്റെ ഷോട്ടുകൾക്കൊക്കെ ഒരു ക്ലാസിക് ടച്ചുണ്ട്. ക്രിക്കറ്റിംഗ് ഒരു സ്റ്റൈലിഷ് ടച്ചുണ്ട്, പണ്ട് മുതലേ ഉണ്ട്. അത് അവൻ ക്രിക്കറ്റ് ബാറ്റ് തുടങ്ങി അന്ന് മുതലേ അവൻ്റെ ഈ സ്ട്രൈറ്റ് ബാറ്റ് അവനുണ്ട്. ഇൻബോണാണ് അതങ്ങനെയാണ്. അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു മാച്ചിന് ഇറക്കി വിടും. ഓടിപ്പോൾ ഒരു 3 6 അടിക്കും, 4 ഔട്ടായി പോകും. ടീമിന് വേണ്ടി ആത്മഹത്യാശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ശ്രമം ഇവിടെ എൻ്റെ മകൻ്റെ പഴയ ക്രിക്കറ്റ് തിരിച്ചു വന്നു. അവൻ്റെ 13 വയസ്സിലോ അല്ലെങ്കിൽ 10 വയസ്സിലോ അവൻ 13 വയസ്സിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻസി ചെയ്തവനാണ്. 974 റണ്ണാണ് അവൻ അന്ന് കേരളത്തിൻ്റെ അണ്ടർ-13 ക്യാപ്റ്റൻസിയിൽ അവൻ അടിച്ചെടുത്തു. അവൻ്റെ ബാറ്റിംഗ് ശൈലി ഇതാണ് അവൻ്റെ ബാറ്റിംഗ് ശൈലി. ആ നാച്ചുറൽ ബാറ്റിംഗ് ശൈലി അവൻ തിരികെ കൊണ്ടുവന്നു ഇവിടെ. അത് എങ്ങനെ വന്നു എന്നുള്ളത് അറിയാമോ? ഞാൻ വിചാരിക്കുന്നത് ഓരോരുത്തരും ഓരോ വിക്കറ്റ് വീഴും തോറും അവൻ്റെ ഉത്തരവാദിത്വം കയറി അവൻ അത് ഫീൽ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും ഇതായിട്ട് അവൻ പക്വതയോടെ ഇതുവരെ നമ്മൾ ഒരു പ്രാവശ്യം ഫൈനലിൽ വന്നു IPL ഒരു ചെറിയ ടാർഗറ്റ് പിന്തുടർന്നിട്ട് അവിടെയും അതിന് 100% അവന് ആ കപ്പ് അടിച്ചിട്ട് വരാനും അവിടെ അവനും വീണു, ടീമും വീണു. അത് വീഴാൻ പാടില്ലായിരുന്നു. ആ കപ്പ് അവൻ്റെതായിരുന്നു. പക്ഷെ അവിടെ അവൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ല. ഇവിടെ രാജ്യം
രാജ്യം വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ കാണാതെ പോകുന്നു എന്നൊരു കാഴ്ചപ്പാട് അവൻ അവിടെ നിന്ന് ഒരു ബാറ്റർ വീണപ്പോഴേ അവൻ്റെ ഉള്ളിൽ അവൻ കരുതി തുടങ്ങി. ഒരു ബാറ്റർ വീണു, അത് അടുത്തൊരു 10 റണ്ണിൽ അടുത്തൊരു ബാറ്റർ വീണു, പിന്നെ അവൻ കരുതി കളിക്കാൻ തുടങ്ങി. ആ കളിയാണ് അവൻ അവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഓക്കെ, അവൻ്റെ കരുതൽ, രാജ്യത്തിനെ കരുതിയത്, രാജ്യത്തിൻ്റെ ടീമിനെ അവൻ കരുതി. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ കളിക്കുന്ന ആളല്ല. ആ ഒരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടായിരിക്കും അവനൊരു ചിന്ത വന്നു. കാരണം ഇത് തീർന്ന ഞങ്ങളില്ല. അതെ, താനിവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തീർന്ന ഞങ്ങളില്ല. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിൽ ഞങ്ങൾ സെമി കാണാതെ പോവുകയാണെന്നൊരു ചിന്ത അവന് വന്നിരിക്കുന്നു. അവിടെയാണ് അവൻ മെച്യൂരിറ്റി കാണിച്ചത്. ആ മെച്യൂരിറ്റിയാണ് അവൻ അവസാനം വരെ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ഇന്നലെ അവൻ എങ്ങനെ കളിച്ചിട്ടില്ല. സഞ്ജുവിനുള്ള സജഷൻ ഈ ഒരു മെച്യൂരിറ്റി ലെവൽ ഓഫ് പ്ലേയിങ് തന്നെ ആവണമെന്നാണോ അച്ഛൻ്റെ ഒരു അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ കളിച്ചിട്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ അവന്? ഇല്ലല്ലോ, ലാഭമല്ലേ, ടീമിന് ലാഭമാണ്. അപ്പൊ ഇനി നീ എന്ത് ചെയ്യണം? നീ ഇങ്ങനെ പോകാവൂ. വീഴ്ചകൾ വരാം, എല്ലാ കളിയിലും നീ ആദ്യ ബോൾ തുടങ്ങി അവസാന ബോളിൽ കളിക്കണമെന്നില്ല. പക്ഷെ നീ പോകേണ്ടത് ഇനി എന്താണ്? ഈ സെൻസിൽ നീ ഇനി മുതൽ പോകാം. നിനക്കൊരു 10 വർഷം നിൻ്റെ ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും നിനക്ക് ഒരുപാട് റെക്കോർഡുകൾ വരാനുണ്ടായിരുന്നൊരു കുഞ്ഞാണ് നീ. അവിടെ നിന്നെ ബെഞ്ചിലിരുത്തി അവിടെ ഇത് ചെയ്ത് അകത്തും പുറത്തും ഒക്കെ ആക്കി നിന്നെ 10 വർഷം നിൻ്റെ വേസ്റ്റായിപ്പോയി. ഇല്ല എങ്കിൽ ഇവിടുത്തെ ക്രിക്കറ്റിൽ, ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് നമ്മുടെ സഞ്ജുവിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുമായിരുന്നു. എങ്ങനെ? കുറച്ച് റെക്കോർഡുകളുമായിട്ട്. അതില്ലാതായിപ്പോയി. അവൻ ഇല്ലാതാക്കിയതല്ല, അവൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയവരുടെ ഇതാണ്. അവന് ഈ ടാലൻറ്റ് പണ്ടേ ഉണ്ടായിരുന്നു, അവനിങ്ങനെയാണ്. ശരിക്കും അവർക്ക് എന്ത് ലാഭമാണ് സഞ്ജുവിനെ പോലെ ഒരു പ്ലെയറെ ഇങ്ങനെ ഒരു അവസരം നിഷേധിച്ചു കഴിഞ്ഞാൽ? ഇതൊന്നും ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാം. എന്താണ് ഇതിനകത്ത് പോകുന്നെന്നുള്ളത് നിങ്ങൾക്കും അറിയാമായിരിക്കും, എനിക്കും അറിയാം. ഇതൊന്നും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ച് എനിക്കറിയാം എന്താണ് എൻ്റെ മകൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ട് അവനെ തഴയപ്പെടും, എന്തുകൊണ്ട് തഴയപ്പെടും നന്നായിട്ടറിയാം. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ രാജ്യത്തിനെ ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ മകൻ എന്തുകൊണ്ട് ഈ 10 വർഷം നഷ്ടപ്പെട്ടു നന്നായിട്ടറിയാം. ഈ മലയാളി എന്ന രീതിയിൽ ഒരു അവഗണന പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. പണ്ട് ഞാൻ പല പ്രാവശ്യം കേൾക്കുന്നു ലോബിയോ ബോംബെ ലോബി, ആ ലോബി, ഡൽഹി ലോബി. നോ, ഇവിടെ നോ ലോബി. ഇവിടെ എന്തുകൊണ്ട് ഒരുത്തൻ്റെ അവസരം നഷ്ടപ്പെടുന്നു, വേറൊരുത്തൻ്റെ അവസരം ഉണ്ടാകുന്നു എന്നൊക്കെ വ്യക്തമായിട്ട് സാംസൺ അറിയാം. സാംസൺ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിന് ആഗ്രഹിക്കും. എൻ്റെ മകൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. വേണ്ട, അതിൻ്റെ ആവശ്യം. ഇന്ത്യ ഇപ്പോൾ എൻ്റെ പൊടിയൻ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാണിച്ചപ്പോൾ അനിയൻ കുഞ്ഞ് ചോദിച്ചു എന്നോട് ഈ പെർഫോമൻസ്. ഞാൻ പറഞ്ഞത് ഇനി എല്ലാ കാലവും അവൻ ഇതേ കൊണ്ടുപോകാം, ഇങ്ങനെ കൊണ്ടുപോകും. ഈ സ്റ്റാൻഡേർഡ് 200 റൺ അവൻ ചേസ് ചെയ്യാൻ ഇറങ്ങിയ അവൻ കൃത്യമായി ഒരു നിലനിർത്തി തന്നെ കൊണ്ടുപോയി. എവിടെയെങ്കിലും നമ്മൾ ഫീൽ ചെയ്തില്ല എന്താണ് കുറച്ച് ബോൾ കുറഞ്ഞു പോയി, കുറച്ച് കൂടുതൽ റണ്ണ് വേണം എന്നൊരു ഫീലിങ്സ് നമ്മൾ ചെയ്തില്ല. ഇല്ല, ഈ കളിച്ച എല്ലാവരും, സഞ്ജു മാത്രമല്ല, നമ്മളിപ്പം അഭിഷേക് എന്ത് ചെയ്യാൻ ശ്രമിച്ചു, അവനവൻ്റെ നാച്ചുറൽ ഗെയിം കളിക്കാൻ ശ്രമിച്ചു, ഔട്ടായിപ്പോയി. അതേപോലെ ഇവിടെ വന്ന് ഇഷാൻ എന്ത് ചെയ്തു, ബൗണ്ടറിയിൽ കാഴ്ചയായിപ്പോയി. അയാൾ സിക്സ് അടിച്ചതാണത്, അയാൾ സിക്സർ കണക്ട് ചെയ്തതാണ്, കറക്റ്റ് ബൗണ്ടറിയിൽ കാഴ്ചയായിപ്പോയി. അതേപോലെ ഓരോരുത്തരും അവരവരുടെ ബാറ്റ് കൊണ്ട് 100% കോൺട്രിബ്യൂട്ട് ചെയ്തു, കുറച്ചാണെങ്കിൽ. അല്ലാതെ ഒറ്റയ്ക്കല്ല സഞ്ജു പോയത്, അത് പോയി എന്ന് നമ്മളെല്ലാം പറയുന്നത്. എന്നാൽ പോലും അവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് പോയത്, ഇല്ലേ? 100%. പാണ്ഡ്യ വരെ എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ അവർ റൺ റേറ്റ് നിലനിർത്തി കളിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ കുട്ടികളെല്ലാം ശ്രമിച്ചത്, ആ ബാറ്റേഴ്സ് എല്ലാം ശ്രമിച്ചു. ആ നിലനിർത്താൻ നമുക്ക് ഒരിടത്തും ഒരു ടെൻഷൻ വന്നില്ല. നമുക്ക് കുറച്ച് ബോൾ കുറഞ്ഞു പോയി, കുറച്ച് റണ്ണ് കൂടുതൽ വേണം, അങ്ങനെ ഒരു ടെൻഷനിൽ ആ കളിയിൽ ആരെയും വരുത്തിയില്ല. ഇല്ല, അതാണ്. അത് ഇവിടെ മാത്രമല്ലല്ലോ, കൂടെ കളിച്ച എല്ലാവരും അത്തരത്തിൽ. അതുകൊണ്ടാണ് അവർ ഔട്ടായി പോണത്. അവർ ഔട്ടായതുകൊണ്ട് അവർ ടീമിന് വേണ്ടി സ്കോർ ചെയ്യാൻ ശ്രമിച്ചോട്ടെ, ഇത്രേ ഉള്ളൂ. നമ്മുടെ സഞ്ജുവിൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല കയറ്റ ഇറക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് സഞ്ജുവിനെ മുറുകെ പിടിച്ചതും ഒരു ഫാമിലി ആയിട്ട് സപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു റീസൺ എന്താണ്? സഞ്ജുവിനുണ്ടായിരുന്ന ഒരു വിശ്വാസമാണോ ശരിക്കും? എന്തിന്?
കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട്? കരിയർ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ബാല്യത്തിലെ സപ്പോർട്ടുകൾ ബാക്കി അവർ സ്വയം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്വാനിക്കുന്നതൊക്കെ സ്വയമാണല്ലോ. ഓരോ ഓരോ ഡിസ്റ്റർബൻസിൽ വീഴ്ച വരുന്നതല്ലല്ലോ, വീഴ്ച വരുത്തുന്നതാണ്. നമ്മൾ വരുത്തുന്നതല്ല, സമൂഹത്താൽ വരുത്തുന്ന വീഴ്ചയാണ്. സഞ്ജു വീഴില്ല. ആ ഒരു സ്ട്രെങ്ത്, മെൻ്റൽ സ്ട്രെങ്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവം അവനുണ്ട്. അതായത് അവൻ വീഴില്ല. അവനെ പലരാ കൂടെ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചകളും അവൻ വീഴാൻ നിന്ന് കൊടുക്കില്ല. അത് ഇതാണ് അവൻ്റെ ജീവിതം. ഏത് ക്രിക്കറ്റാണ് അവൻ്റെ ലൈഫ്. തുടങ്ങിയ അന്ന് മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ ക്രിക്കറ്റ് പറയുകയാണ്. അതിനുവേണ്ടി ടോട്ടൽ സമയവും സ്പെൻഡ് ചെയ്യുന്നു. ഒരു കാരണവശാലും അവനാൽ വീഴില്ല. ഞാൻ വീണുവെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം പലരിൽ നിന്നും, പല സീനിയേഴ്സിൽ നിന്നും ഈ കളി ഉപേക്ഷിച്ച് ഇപ്പോൾ കമൻഡേറ്ററായിരിക്കുന്നവരായിരുന്നാലും സീനിയർ ക്രിക്കറ്റേഴ്സായിരുന്നാലും അവരിൽ നിന്ന് അവനെതിരെ വരുന്ന ചില മോശമായ വിമർശനങ്ങൾ, ആരോപണങ്ങളൊക്കെ ഇതെല്ലാം കേട്ടിട്ടും മൗനമായിരുന്നു കൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ വീഴുന്നു എന്ന് ഞാൻ പഠിച്ചത് കഴിഞ്ഞ 2024 ഇന്ത്യയുടെ ഓപ്പൺ ട്രൈ, T20 ഓപ്പൺ ട്രൈ അവൻ നന്നായി നമുക്കെല്ലാം പെർഫോം ചെയ്ത് തന്നു രാജ്യത്തിന് വേണ്ടി. അത്രയും ചെയ്തിട്ട് പോലും അടുത്ത ദിവസം തന്നെ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കളിക്കാരൻ എപ്പോഴും എനിക്കെന്താവും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് പിന്നെയും ഇതാണോ? അത്രയും ചെയ്ത് വന്ന് 2024 3 സെഞ്ചുറി ഒരു 3-4 മാസത്തിനിടയ്ക്ക്, ദക്ഷിണാഫ്രിക്കൻ പോലുള്ള വലിയ ടീമിനെതിരെ 3-4 മാസത്തിനകത്തൊരു 3 സെഞ്ചുറി. ആ മനുഷ്യൻ അടുത്ത പ്രോഗ്രാമിൽ വരുമ്പോൾ അയാളില്ല, വേറൊരാൾ വന്ന് ഇതിനകത്ത് കയറും. ശരിയാണ്, കയറിയതിൽ വിഷയമില്ല, അദ്ദേഹവും കഴിവുള്ള ഒരുത്തനാണ്, കയറണം. പക്ഷെ ഇങ്ങനെ ഒരാളെ ഒഴിവാക്കിയിട്ടുള്ള കയറ്റം അതൊരിക്കലും ഒരു പ്ലെയറിന് താങ്ങാൻ പറ്റില്ല. പക്ഷെ അതും താങ്ങിയവൻ. അങ്ങനെയൊക്കെ ചില ഡിസ്റ്റർബൻസ് വന്നപ്പോൾ എൻ്റെ ചെറുക്കൻ വീണ് തുടങ്ങി. എപ്പോൾ ന്യൂസിലൻഡ് പര്യടനം ഇന്ത്യയിൽ വെച്ച് നമ്മുടെ കുഞ്ഞിന് മാച്ച് കിട്ടി, അവിടെ വീണ് തുടങ്ങി അവൻ്റെ വീഴ്ച താങ്ങാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അവൻ വീഴുന്നു. ഓരോ കളി കഴിയുന്തോറും ഓരോ കളി വീഴുന്നു. അപ്പോൾ അവിടെ ഒരു ഭയങ്കരമായ ആശങ്കയും ഒരു ഭയങ്കരമായ ഇതിൽ നിന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്താണ് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല സ്പോർട്സിൽ വന്നിരിക്കുന്നത്. ഞാനോ എൻ്റെ മക്കളോ ഈ സ്പോർട്സ് കൊണ്ട് ജീവിക്കാമെന്നല്ല നിങ്ങൾ സ്പോർട്സിൽ പറഞ്ഞത്. എന്ത് അച്ചീവ് ചെയ്യാം. ഇവിടെ ഞാൻ എൻ്റെ മക്കളെ ഈ ഒരു ഫുട്ബോൾ കളിക്കാരനായ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഫുട്ബോൾ കളിച്ചാണ് എൻ്റെ ജീവിതം. എൻ്റെ മക്കളെ വളർത്തിയതൊക്കെ ഫുട്ബോൾ കളിച്ച് കിട്ടിയ പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. ആ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിട്ടുപോയി. ന്യൂസിലാൻഡ് പര്യടനത്തിന് അവൻ ഇങ്ങനെ വീഴ്ചകൾ ഇങ്ങനെ വീണിട്ടില്ല അവൻ. അപ്പം ഇങ്ങനെ വീണ അവൻ ഇനി തിരിച്ചു വരുമോ, എൻ്റെ മകൻ തിരിച്ചു വരുമോ, ഭയങ്കരമായ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ശരിക്കും ആ ന്യൂസിലാൻഡ് സീരീസിൽ എന്താണ് സഞ്ജുവിന് സംഭവിച്ചതെന്ന് സഞ്ജു പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒരു കളി വീണു അപ്പോൾ സാധാരണ. രണ്ടാമത്തെ കളിയിലും അവന് വീഴ്ച വന്നു. അപ്പോൾ വീഴ്ച വന്നപ്പോൾ ഞാൻ വിളിച്ചിടേ മക്കളെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എനിക്ക് പറഞ്ഞ മറുപടി, ഞാൻ അന്ന് ഗ്രൗണ്ടിൽ കുട്ടികളുമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കളി അവൻ രാത്രി ഔട്ടായി. രാവിലെ ഞാൻ അവനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എന്ത് പറ്റിയടാ, ഇന്നലെയും ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. മൂന്നാമത്തെ കളി അഹമ്മദാബാദിൽ, എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. അവൻ്റെ ഒരു സൗണ്ടിനൊരു ഇടർച്ച വന്നു. ശരി, ഞാൻ പറഞ്ഞു നീ വൈ, നീ നന്നായി നീ വൈ, നമുക്ക് കാണാം എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ ഉടനെ ടിക്കറ്റിന് അറേഞ്ച് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ അഹമ്മദാബാദിൽ അവൻ്റെ അടുത്ത് പോയി അവനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടും അവിടെ അന്നത്തെ കളിയിലും ബോൾഡായ ബോൾ അകത്ത് കയറി, ഒരു ബാഡ് ലക്ക്, ഒരു വല്ലാത്തൊരു ബോൾ അകത്ത് നുഴഞ്ഞ് കയറി ബോൾഡായിപ്പോയി. പിന്നെ അവൻ ആ ഉടനീളം 5 മാച്ചും നാശമായി പോയി. ഒരു ഭയങ്കര കോൺഫിഡൻസ് കുറവ് ഭയങ്കരമായിട്ട് അവിടെ ഫീൽ ചെയ്ത് അവൻ രണ്ടാമത്തെ മാച്ചിൽ ഔട്ടായിട്ട് രാവിലെ ഞാൻ അവന് ഫോണിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ സൗണ്ട് ഞാൻ ഫീൽ ചെയ്തു.
സൗണ്ട് അവൻ ഇടറുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ. അങ്ങനെ ഇന്നവരെ അങ്ങനെ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവനെ പോയി കാണണമെന്ന് തോന്നി. അന്ന് എന്നെ പോയി ടിക്കറ്റ് എടുത്തു. ഇന്ന് വൈകുന്നേരം അവൻ്റെ അടുത്തെത്തി. അവനെ കണ്ടു, സംസാരിച്ചു കാര്യങ്ങൾ. തിരിച്ചു വന്നിട്ട് അവിടെയും വീഴ്ച തന്നെയാണ്. ട്രിവാൻഡ്രത്ത് വന്നു, സ്വന്തം നാട്ടിൽ വന്നു. അതും ഭയങ്കര ഒരു വീഴ്ചയാണ്. ഞാൻ വിചാരിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മകൻ്റെ അല്ല എൻ്റെ 2 മക്കളുടെയും ക്രിക്കറ്റ് കളിയാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ ഭാര്യയുടെ. അല്ല, തിരുവനന്തപുരത്ത് നമ്മളെ ഏറ്റവും വിഷമിച്ചത് ലാസ്റ്റ് ആ ക്ലൗ ഊരി ഇഷാന് കൊടുത്തതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും. അത് വേദനയല്ല, അതിനെ നമ്മൾ വേദനയായിട്ട് കാണുന്നില്ല. ഇഷാനും ഒരു സൂപ്പർ സ്റ്റാറിലെ ഇഷാൻ എന്ത് കുറവാണ്. ആ കുഞ്ഞിന് എന്താണ് കുഴപ്പം? അദ്ദേഹം സൂപ്പർ. ഇവിടെ വിക്കറ്റ് കീപ്പർമാർ നമ്മുടെ ഇതിനകത്തുള്ള ഋഷഭ് പന്തായിരുന്നാലും ഷാനായിരുന്നാലും രാഹുലായാലും സഞ്ജു ആയാലും അവരൊക്കെ എല്ലാവരും ഒന്നുക്കൊന്ന് വെച്ചാൽ ഇവർ തങ്ങളുള്ള കോമ്പറ്റീഷൻ ഭയങ്കരമല്ലേ. ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വമ്പൻ കോമ്പറ്റീഷൻ അല്ലേ, വലിയ വിഷയമല്ലേ ഇവർ. അപ്പോൾ ആരാണ് കേമൻ? അവൻ കളിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ഫെയിലായി, അവൻ ഗ്ലൗ ഊരി മറ്റവന് കൊടുത്തു, എനിക്ക് വേദനയില്ല. ആ കുഞ്ഞ് കളിച്ചു പറ്റുന്നു. ഇത് വെറുതെ പറഞ്ഞല്ലേ, മനസ്സിലായി. എൻ്റെ മകൻ കളിച്ചില്ലോ, അടുത്തൊരുത്തൻ കളിക്കാൻ ഇരിക്കല്ലേ, അവൻ കളിക്കട്ടെ. മറ്റേത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാവും. എനിക്ക് സ്വാർത്ഥതയില്ല സ്പോർട്സിൽ, എനിക്ക് സ്വാർത്ഥതയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞത് എൻ്റെ മകൻ കളിച്ചില്ലെങ്കിൽ മാറിയിരിക്കണം, മറ്റവർക്ക് അവസരം കൊടുക്കണം. അതാണ് ഞാൻ. അടുത്ത് ഒരു ഫീലിങ്ങും ഇല്ല. ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കഥ പറയുന്നു, എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ലോക വാർത്തകളൊക്കെ ഞാൻ കേൾക്കുന്നു. സൂര്യകുമാർ വന്ന് തൊപ്പി ഊരി. എൻ്റെ വേറെ ഒരു ചാനലുകാർ ചോദിച്ചു, അയാൾ റിയൽ സ്പോർട്സ്മാൻ, അയാളുടെ പൊസിഷനല്ല നോക്കിയത്. ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ T20 എല്ലാമാണെന്നുള്ള ഒരു ചിന്തയല്ല അയാൾക്ക് അവിടെ. അയാളെ റിയൽ സ്പോർട്സ്മാൻ. എൻ്റെ ടീമിനെ എന്നെയും അവൻ ജയിപ്പിച്ചെങ്കിൽ അവൻ, അല്ലെങ്കിൽ പാണ്ഡ്യ ജയിപ്പിച്ചെങ്കിൽ പാണ്ഡ്യ, ആര് ജയിപ്പിച്ചാലും ശരി അദ്ദേഹം ചെയ്തിരിക്കണമല്ലോ, ചെയ്യണമല്ലോ. അതല്ലേ അത് ചെയ്തത് ഒരു സ്പോർട്സ്മാൻ ചെയ്തതാണ്. ഈ സൂര്യകുമാർ സഞ്ജു തമ്മിൽ നല്ലൊരു സൗഹൃദം പലപ്പോഴും തോന്നിയിട്ട് അത് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? സൂര്യകുമാർ തന്നെയാണ് സഞ്ജുവിനെ ഇപ്പം ഈ നിലയിൽ, അല്ലെങ്കിൽ ഗൗതം ഗംഭീർ ഭായി തന്നെയാണ്, ഈ 2 പേരും തന്നെയാണ് സഞ്ജു ഇപ്പോൾ T20 ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് 2-3 മാച്ചുകളൊക്കെ നമ്മൾ 2024 മുതൽ നമ്മൾ സഞ്ജുവിനെ കാണാൻ തുടങ്ങിയത്. ഈ 2 പേഴ്സണാലിറ്റിയുമാണ്, നമ്മുടെ പിള്ളേരെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു നമ്മൾ കേരളക്കാരെല്ലാം സഞ്ജു കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, മാക്സിമം ക്രിക്കറ്റ് നോക്കുന്നവരൊക്കെ അങ്ങനെ. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഈ നമ്മുടെ പൊടിയൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സപ്പോർട്ട്. അവരവനെ താങ്ങിയില്ലെങ്കിൽ അവരില്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ ചോദിച്ചു, പിന്നെ സൂര്യകുമാർ കളിയാക്കിയെന്ന് പറയുന്നു. അതായത് പത്രസമ്മേളനത്തിനിടെ അതായത് അഭിഷേകിന് വേണ്ടിയോ തിലകിന് വേണ്ടിയോ, അങ്ങനെ ഒരു ചോദ്യത്തെ നിങ്ങൾ വേറെ ലെവലിലോട്ട് കൊണ്ടുപോവാണ്. എൻ്റെ മകനെ സൂര്യകുമാർ കളിയാക്കിയെന്ന രീതിയിൽ കൊണ്ടുപോകാം, അങ്ങനെയല്ല. കാരണം സഞ്ജുവിനെ പോലെ, അഭിഷേകിനെ പോലെ, പിന്നെ സൂര്യയെ പോലെ തിലകും അഭിഷേകും ഒക്കെ പക്ക ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ T20. അപ്പോൾ അവരെ മാറ്റി നിർത്തിയോ എന്നൊരു ചോദ്യം ചോദിച്ചത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ് എൻ്റെ പ്രശ്നം. ശരി, ആ ഒരു സ്ലാങ്ങിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു വർത്തമാന സ്ലാങ്ങിൽ വന്നു. പക്ഷേ സൂര്യകുമാർ എന്ന ക്യാപ്റ്റൻ്റെ കീഴിൽ കളിക്കുന്ന തിലക് വർമ്മയോ അഭിഷേകോ അവർ അൺബീറ്റഡാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ജുവിനെ ചിന്തിക്കാൻ പറ്റില്ല. അയാൾ എന്ത് തെറ്റ് പറഞ്ഞു? സഞ്ജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പല കളികളും കളിച്ചു, അത് വേറെ വിഷയം. പക്ഷെ അവരെയും സഞ്ജുവും അവരുടെ കൂടെ ഉണ്ടാവണം. ഈ സ്ക്വാഡിൽ T20 സ്ക്വാഡിൽ ഇപ്പം നമ്മുടെ അനിയൻ വന്ന്, ഗില്ല് നമ്മുടെ മക്കളുടെ പ്രായം, ആ കുഞ്ഞ് വന്ന് കയറി. അവനും ഇവിടെ ഒരു പൊസിഷൻ അർഹിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ T20 അയാൾ IPL ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നു, നന്നായി കളിക്കുന്നു. അയാൾ ഇതിൽ അയാളെ മാറ്റിക്കൊണ്ട് എൻ്റെ മോനെ കയറ്റണം, അല്ലെങ്കിൽ അയാൾ വന്ന് കയറി എൻ്റെ മകൻ ഇല്ലാതായി എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവരൊക്കെ അർഹിക്കുന്നത് പോലെ അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, നമ്മുടെ ഇഷാൻ കിഷൻ, ഇവരൊക്കെ അർഹിക്കുന്നത് പോലെ എൻ്റെ മകനും ഇതിനകത്തൊരു സ്ഥാനം അർഹിക്കുന്നു. ആരെപ്പോലെ? നമ്മുടെ പിന്നെ ബാക്കിയുള്ളവരെ പോലെ നമ്മൾ, അതായത് ഗില്ലിനെ പോലെ, ഇവരെല്ലാവരുടെയും കൂടെ എൻ്റെ മകൻ അതിനകത്തൊരു ഭാഗമാണ്. അവിടെയാണ് നമുക്ക് പ്രയാസം. എൻ്റെ മകനെ ഒഴിവാക്കി നിർത്താൻ പറ്റിയൊരു
ഒരു ബാറ്റർ അല്ല. എന്നുള്ളതൊരു അവനെ ഒഴിവാക്കിയിട്ട് ഒരാൾ വന്ന് കയറി, അയാൾ വന്ന് കയറട്ടെ, അയാൾ ഓപ്പൺ ചെയ്യട്ടെ. സഞ്ജു 1 ഡൗൺ 2 ഡൗൺ 100% കളിക്കാൻ പ്രാപ്തനാണ്. ഇത്രയും കാലം അവൻ 1 ഡൗൺ ആണ് IPL കളിക്കുന്നത്, T20 കളിക്കുന്നത്. അത് മാറ്റിയതില്ല പ്രയാസം. ആ കുഞ്ഞ് വന്ന് കയറിയതിൽ എനിക്ക് പ്രയാസമില്ല, കാരണം അയാൾ അർഹിക്കുന്നു. അതെ, ശുഭ്മാൻ ഗിൽ 100% T20 ക്രിക്കറ്റിൽ പൊസിഷൻ അർഹിക്കുന്നു. ഒരു സീസൺ തെറ്റായി വന്നു, അയാൾ അല്പം സ്ലോ ആയി. പക്ഷെ എൻ്റെ പ്രയാസം ഇത്രയേ ഉള്ളൂ, എൻ്റെ മകനെ ഒഴിവാക്കിയതായി പ്രയാസമുള്ളൂ. അല്ല, ശുഭ്മാൻ ഗിൽ വന്ന് കയറിയതിൽ എനിക്ക് പ്രയാസമില്ല. അത് കാരണം ബാല്യകാലം മുതലേ അയാളും ഇതിൻ്റെ പുറകെ കൂടിയിരിക്കാൻ, അയാളും വേറെ ജീവിതമില്ല. അയാൾ ക്രിക്കറ്റ് അയാൾ ക്രിക്കറ്റാണ്, ഒരു പക്ക ബാറ്ററാണ്. അതിലൊന്നും ആശയമല്ല. എനിക്ക് എൻ്റെ പിള്ളേയും കൂടെ ഇതിനകത്ത് ഉണ്ടാവണം എന്നുള്ള ചിന്ത. ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. വീണ്ടും സഞ്ജുവിനെ അവർക്ക് ഇറക്കേണ്ടി വന്നു ഓപ്പണിങ്ങിൽ തന്നെ. അപ്പം ആ ഒരു തെറ്റ് അവർ തിരുത്തി എന്ന് തോന്നുന്നുണ്ടോ? കോമ്പിനേഷൻ തെറ്റായെന്നല്ല പറഞ്ഞു. കോമ്പിനേഷൻ തെറ്റെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം സ്പോർട്സിൽ ഏറ്റക്കുറച്ചുകൾ വരും. എല്ലാ ദിവസവും ഒരുത്ത് 50 അടിക്കണമെന്നില്ല. അപ്പം സഞ്ജുവിനെ മാറ്റിയിട്ട് ഒരു ഓപ്പണിംഗ് പ്രോഗ്രാം അവരുണ്ടാക്കിയെങ്കിൽ അവർക്ക് കളിക്കാൻ അറിയാമെന്നുള്ളതാണ്. അവർ പെർഫോം ചെയ്ത് വന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത് നന്നായി ചെയ്ത് വന്നുകൊണ്ടാണ് അവർ ഇതിനകത്ത് കയറ്റിയത്. ഇവിടെ എനിക്കാരോടും അങ്ങനെയല്ല. അയാൾ ഇഷാൻ കിഷൻ ഭയങ്കരമായി പെർഫോം ചെയ്യാൻ ഒന്നും അറിയത് ഇതിനകത്തൊന്ന് കളിക്കുന്നത് 100%. അതെ, ഞാൻ എൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മകൻ ഇന്ത്യൻ T20 ക്രിക്കറ്റിനകത്ത് ഇവരെ പോലെ ഒരു പൊസിഷൻ അർഹിക്കുന്നു. അത് എല്ലാവരും ചോദിക്കുന്നത് ഒരാൾക്ക് പനി വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ ഇല്ലാത്തപ്പോഴോ പകരം കയറേണ്ട ആളാണോ സഞ്ജു എന്നുള്ളതാണ്. അതല്ലെന്നാണ് ഞാനും പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ മകൻ ഇവരെ പോലെയൊക്കെ ഇതിനകത്ത് ഒരു സ്ഥാനം അർഹിക്കുന്നു. അവൻ ഓപ്പണർ ആകണമെന്നില്ല. അവൻ 1 ഡൗൺ കളിക്കാൻ പറ്റും, 2 ഡൗൺ കളിക്കാൻ പറ്റും. 8ാമത്തെ പൊസിഷൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിയത് നിങ്ങൾ ഇറക്കിയത്, അത് ആ പൊസിഷൻ അവൻ അർഹിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞത്. എൻ്റെ മകൻ 8ാമതോ 5ാമതോ ഒന്നും അർഹിക്കുന്നില്ല. അവനൊരു ടോപ്പ് ഓർഡറിൽ ഒരു 3-4 പൊസിഷൻ വരെ അവൻ അത് അർഹിക്കുന്നു. അവനത് നിങ്ങൾക്ക് ചെയ്ത് തന്നതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിൻ്റെ ടീമിന് വേണ്ടി അവൻ സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറി അടിച്ച് തന്ന ഒരു തന്നെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും വേറൊരിടത്ത് പരീക്ഷിക്കാതെ, അത് കഴിഞ്ഞ് വന്ന ഏഷ്യ കപ്പിൽ അവൻ ഓപ്പണറായിട്ട് നിങ്ങൾ പരീക്ഷിക്കാതെ എടുത്തു മാറ്റിയത്, അതിനെക്കുറിച്ചാണ് ഒരു പ്രയാസം. ആ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല, അതുണ്ടാവില്ല. നിങ്ങളുടെ കൂടെ ഒരു 11 അവനും ഒരു സ്ഥാനം അർഹിക്കുന്നു. അത് 5-ന് താഴെയല്ല അവൻ്റെ സ്ഥാനം. നമ്മൾ 10-14 കൊല്ലം കൊണ്ട് അവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് IPL. 1 ഡൗൺ ഓപ്പൺ ഇതാണ് അവൻ്റെ പൊസിഷൻ. അല്ലെങ്കിൽ 2 ഡൗൺ വരെ അവൻ ഓക്കെയാണ്. അന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞവരുണ്ടായിരുന്നോ ഈ പിള്ളേരെ കളിക്കാൻ വിടുന്നത്, അല്ലെങ്കിൽ ഇതിന് പിന്നാലെ ആണെന്നൊക്കെ പറഞ്ഞ്? ഞാനൊരു പോലീസ് കോളനിയിലാണ് താമസം. ഡൽഹി പോലീസിന്റെ കിങ്സ് ക്യാമ്പിൽ പോലീസ് കോളനിയിലാണ് താമസം. അപ്പോൾ ഒരുപാട് എൻ്റെ തമിഴ്നാട്ടുകാർ ഓൾ സ്റ്റേറ്റിലെ ഉണ്ട്. ഞാൻ എൻ്റെ മക്കളുമായിട്ട് രാവിലെ, ഞാൻ എൻ്റെ മക്കൾ മാത്രമല്ല, കോളനിയിലെ ഒരു 10-20 കുട്ടികളുണ്ട്. ഒറ്റയ്ക്കല്ല, 10-20 കുട്ടികളെ കൂടെ കൂട്ടും. എൻ്റെ മക്കളും കൂടെ ആ മൊത്തം കുട്ടികളുമായിട്ട് ഞാനിങ്ങനെ കളിക്കാൻ. എനിക്ക് ഇതെൻ്റെ ഗ്രൗണ്ട്, എൻ്റെ ഡൽഹി പോലീസിൻ്റെ ഇത് ഗ്രൗണ്ട്. ഇവിടെ ഇത് റോഡ്, അപ്പുറത്ത് ക്വാർട്ടർ, എൻ്റെ ക്വാർട്ടേഴ്സ്. ഇവിടുന്ന് ഈ റോഡ് കടന്നാൽ എൻ്റെ ഗ്രൗണ്ടാണ്. ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് കളിക്കാൻ വരും. എനിക്ക് അവധിയൊക്കെ എപ്പോഴുണ്ടോ, അവർക്ക് അവധിയൊക്കെ സ്കൂൾ അവധി എപ്പോഴുണ്ടോ, അപ്പോഴൊക്കെ ഞാൻ ഈ കുട്ടികളുമായിട്ട് കളിക്കാൻ പോകും. എൻ്റെ മക്കൾ മാത്രമല്ല, കളിക്കാൻ നടക്കും. പലരും പല കഥകളും പറയും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ മക്കളുമായിട്ടും എൻ്റെ പരിമിതി കഴിഞ്ഞാൽ പിന്നെ അവരെ വേറൊരു ലെവലിലോട്ട് മാറ്റണമല്ലോ. അപ്പോൾ നമ്മൾ അവരെയും കൊണ്ട് ചില അക്കാഡമികളിലോ ചില മാച്ചുകളിലോ ഒക്കെ നമ്മൾ ചിലപ്പോൾ പോകും. എൻ്റെ കൂട്ടുകാരന്മാർ, എൻ്റെ കൂടെ ഡൽഹി പോലീസിൽ ജോലി ചെയ്തവന്മാർ എന്നോട് പലരും പറഞ്ഞിട്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വേറെ ഒരു പണിയില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. കയ്യിലിരുന്ന പൈസ എല്ലാം കൊണ്ട് ഒഴുക്കുന്നു. കാരണം പൈസ വേണം, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ പൈസ വേണം. നിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എല്ലാം ആവശ്യമില്ല, അതുകൊണ്ട് ചിലവാക്കുന്നു, ജോലി ചെയ്യണ പൈസ എല്ലാം കളയുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോടൊക്കെ പറയും, ഞങ്ങളൊരു ഒരു ഒരു ഗ്യാങ് ആണല്ലോ, ഞങ്ങളൊരു 10,000 പേര് ഒരുമിച്ച് പോയി ഡൽഹി പോലീസ്. ഞാൻ അവരോട് പറയും, എൻ്റെ മക്കൾ ഇപ്പം ഇതിൽ ഈ ടാർഗറ്റിലാണ് അവർ വെക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേറെ ടാർഗറ്റില്ല. എൻ്റെ മക്കളോട് ഞാനുണ്ട്. അവരും ഞാനുമായിട്ട് ഗ്രൗണ്ടിൽ പോകുമ്പോൾ അവർക്കൊരു എന്തോ ഒരു ടാർഗറ്റുണ്ട്. കളി. നിൻ്റെ മകന് നീ പറ, നിൻ്റെ മകൻ അവിടെ സൈക്കിൾ ചവിട്ടി നടക്കുന്നത്, അവിടെ നടക്കുന്നു, നീ പല പ്രാവശ്യം ആശുപത്രി കൊണ്ടുവിട്ടു നിൻ്റെ മോൻ. ഞാൻ കണ്ടുണ്ട് എൻ്റെ കോളനിയിൽ, നീ എൻ്റെ മോന് വയ്യ, എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ എൻ്റെ മക്കളെ ആശുപത്രി കൊണ്ടുപോയിട്ടില്ല.
ഇത്രയും കേട്ടോ എന്ന് പറഞ്ഞു. എന്നോട് പറയുന്ന ആളുകൾ നീ ഇത്രയും കേട്ടോ, എൻ്റെ മക്കൾ ഇന്ന് വരെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. കാര്യം എന്ത്? വെയിലത്തും മഴയത്തും കഠിനാധ്വാനം ചെയ്യുന്ന ഫിസിക്കൽ ഫിറ്റ്, ഫുൾ ഫിറ്റ് ഫോർ കുഞ്ഞുങ്ങൾ. എൻ്റെ മക്കൾ ആശുപത്രി കണ്ടിട്ടില്ല. ബാക്കിയുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ആശുപത്രി കണ്ടിട്ടില്ല. നിങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് പോകണമുണ്ട്, ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ ഈ മറ്റേ കുപ്പി ബോട്ടിൽ സാധനം ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല. എൻ്റെ ശ്രീമതി ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം അമ്മമാർക്ക്, എൻ്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അത് കഴിക്കും. ആരോഗ്യം, എൻ്റെ മക്കളുടെ ആരോഗ്യമാണ് ഞാൻ നോക്കുന്നത്. നീ എൻ്റെ ഫണ്ട് പോണോ നീ നോക്കണ്ടായില്ല, നിൻ്റെയൊക്കെ വന്നിട്ടില്ലല്ലോ. ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു ഞായറാഴ്ച, അത് ഞാൻ പറയാം, ഒരു ഞായറാഴ്ച ഞാൻ എൻ്റെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 11 മണി. അപ്പം ഡൽഹി പോലീസിൻ്റെ ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ട്. അത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ ഒരു വേറെ ടൈപ്പ്. ഞാൻ ഇങ്ങനെ കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഈ പട്ടിയുമായിട്ട് വന്നു. പോലീസ് പട്ടി. അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചു, ഡേ സംസാന്ന് വിളിച്ചു. ഞാൻ എന്താന്ന് ചോദിച്ചു. നിന്റെ മക്കൾ എന്താ ശ്രീലങ്കൻ ക്രിക്കറ്റിന് വേണ്ടി കളിക്കാനോടെന്ന് ചോദിച്ചു. വേറെ ജോലിമേല ഇല്ലടേ, ഈ വെയിലത്ത് റോഡിൽ ഞാൻ പിച്ചുണ്ടാക്കി. എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ താഴെ റോഡിൽ ഞാൻ സിമെൻ്റൊക്കെ ഇട്ട് പിച്ചാക്കി. ഒരു 11 മണിയായി. നല്ല വെയിലൊക്കെ ഉണ്ട് അവിടുത്തെ വെയിൽ. ഞാൻ അവനോട് സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു. അവൻ എന്നെ കളിയാക്കി. അപ്പോൾ ഞാൻ അവനോടേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നിൻ്റെ വീട്ടിൽ നിൻ്റെ അപ്പനും അമ്മയും കൂടെ ഇരുന്നാണോ ഉണ്ടാക്കണമെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ മക്കൾ ശ്രീലങ്കൻ ടീമിൽ കളിക്കാനാണോ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടണമെന്ന് അവൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചവനോട് ചോദ്യം ചോദിച്ചില്ലെങ്കിലേ അവരൊക്കെ പിന്നെ വിളിക്കണം. അതെ, അവരോട് ഇങ്ങനെ പറഞ്ഞു, ഡേയ് ശ്രീലങ്കൻ ടീം നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മയും അപ്പനും ഇരുന്നോട് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. ഡേയ് വിട്ടോന്നു, ഏരിയ കൊണ്ടുവന്നു, ഇങ്ങനെ വിട്ടോന്നു, ഓടിക്കോന്നു. മനസ്സിലായില്ലേ? മെനഞ്ഞാന്ന് രാത്രി എൻ്റെ മകൻ ഈ കളി ഇത്രയും നാളാവും ഇന്ത്യ കളിച്ചു, അത് കളിച്ചു, IPL കളിച്ചു, മുണ്ടിൽ. മെനഞ്ഞാന്ന് രാത്രി ഞാനൊരു മെസ്സേജ് ഇട്ടു. ഇന്ത്യക്ക് വേണ്ടി എൻ്റെ മകൻ പല സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട് T20. അന്നും ഞാൻ വേണ്ടിയിട്ടില്ല. ഈ ഒരു ഇന്നിങ്സ് മെനഞ്ഞാന്ന് എൻ്റെ മകൻ 1-ാം തീയതി കളിച്ചില്ലേ, 2-ാം തീയതി വൈകുന്നേരം ഞങ്ങൾക്കൊരു പോലീസ് ഗ്രൂപ്പുണ്ട്. ഞാൻ ഗ്രൂപ്പിനകത്ത് എൻ്റെ വോയിസ് മെസ്സേജ് വിട്ടു കൊടുത്തു. പപ്പു ബിഹാരി എന്നാണ് എൻ്റെ പേര്. ഞാൻ ഡേയ് നോക്കടാന്ന് ചോദിച്ചു. ഡേയ് നീ അന്ന് ചോദിച്ച്, നിൻ്റെ ആ ചോദ്യമാണോ ഇന്ന് എനിക്ക് മറുപടി എന്ന് പറഞ്ഞു. നീ അന്നൊരു ചോദ്യം എൻ്റെ ചോദിച്ചു, ശ്രീലങ്കയ്ക്ക് വേണ്ടിയാണോ നിൻ്റെ മക്കൾ കളിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായടാ നിനക്ക് സാംസനെ മനസ്സിലായടാന്ന് ചോദിച്ചു. ഈ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള ഒരു ടൈപ്പ്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു, ഈ പറഞ്ഞ പോലെ ഒരു വിടവാങ്ങൽ സംഭവിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞൊരു സീസണോട് കൂടി. ആ ഒരു വിടവാങ്ങലിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഉണ്ടായൊരു സാഹചര്യം എന്താണ് ശരിക്കും? വിടവാങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളൊക്കെ മെച്ചുവേർഡായി തുടങ്ങി. എവിടെ? രാജസ്ഥാൻ റോയൽസിൽ ചില കുട്ടികളൊക്കെ മെച്ചുവേർഡായി തുടങ്ങി. എല്ലാവർക്കും ക്യാപ്റ്റൻസി വേണമെന്ന് ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ ഫീൽ ചെയ്തു. അല്ലാതെ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല, ആരും നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അവർ ഐക്കൺ പ്ലെയർ ആയിരുന്നല്ലോ, ഇപ്പോഴും അവരങ്ങനെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സഞ്ജുവിനെ അവിടെ നിന്ന് ആരും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ സഞ്ജുവിന് തോന്നി മതി, നമുക്ക് ഇത്രയും നാൾ നമ്മളിവിടെ നിന്നല്ലോ, മതി, അവന് തോന്നി ഒരു ചേഞ്ച് വേണം എന്ന് അവന് തോന്നി. ആയതിനാൽ അവരെ തിരിച്ചയച്ചിട്ടല്ല അവൻ വന്നു. അവൻ്റെ സ്വന്തം തീരുമാനമാണ്, എനിക്കിനി രാജസ്ഥാൻ റോയൽസിൽ കളിച്ചത് മതി, ഇത്രയും നാൾ ഞാൻ അവരുടെ കൂടെ അവരവനെ എല്ലാമായി വെച്ചിരുന്നു. എനിക്കറിയാം IPL എല്ലാ കളിയും കാണാൻ പോകില്ല, ഏതെങ്കിലും ഒന്നോ പാതി കളിയാണ് ഞാൻ പോകും. അന്ന് അവന് അവിടെ കിട്ടിയിരുന്ന ഒരു വാല്യൂ അവൻ്റെ ആ എല്ലാം ടോട്ടൽ മാനേജ്മെൻറ്റ്, അവന് കൊടുത്തിരുന്ന വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും അവനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു, അതെനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഒരാൾ പോലും അവരുടെ ആ മാനേജ്മെൻറ്റിലെ കോച്ചായിരുന്നാലും അവരുടെ എന്തൊക്കെയായിരുന്നാലും മെൻഡറായിരുന്നാലും ഇല്ല, സഞ്ജുവിനെ വിടാൻ അവർക്ക് ആർക്കും താല്പര്യമില്ലായിരുന്നു. ഒരു ചേഞ്ച് അവൻ ആഗ്രഹിച്ചു. കരിയറിലുണ്ടെന്ന ഒരു ചേഞ്ച് അവർ പേഴ്സണലി തീരുമാനിച്ച ഒരു കാര്യത്തിൽ അവിടെ നേരെ വന്നത് ഏറ്റവും കൊലകൊമ്പന്മാരായ CSKയിലേക്കാണ്. അത് ഫസ്റ്റിനെ സഞ്ജുവിനെ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെയുള്ള ആ ഒരു ഫാൻസിൻ്റെ ഒരു റെസ്പോൺസും ഉണ്ടായിട്ടുള്ള ഒരു മാറ്റവും അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത് ധോണിക്ക് ശേഷം എന്നുള്ള ഒരാളിലേക്ക് തന്നെയാണ് അവർ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. CSKയിലേക്ക് വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു പ്രതീക്ഷ. ധോണി ബായിക്ക് പകരക്കാരൻ ഒരിക്കലും ആവില്ല.
ഞാൻ എപ്പോഴും പറയും. അയാൾ ഫീൽഡിലായിരുന്നാലും ഔട്ട് ഓഫ് ദ ഫീൽഡായിരുന്നാലും ഫീൽഡിനകത്തായിരുന്നാലും അയാൾക്ക് പകരക്കാരൻ ഒരിക്കലും സഞ്ജു ആവില്ല. സഞ്ജുവിൽ അവർ കുറച്ച് ക്വാളിറ്റി ഉണ്ട്, കുറച്ച് നല്ലൊരു ബാറ്റ്സ്മാനാണ്, ഒരു ടീമിൻ്റെ വിശ്വസിക്കാൻ പറ്റുന്നൊരു ബാറ്ററാണെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായതിനാൽ അവരവനെ അവിടെ കൊണ്ടുപോയി. അത് ധോനി ഭായിയുടെ പകരക്കാരനാകാൻ പലരും പറയുന്നുണ്ട്. അത് ആകില്ല ഒരിക്കലും. ആ ഒരു പകരക്കാരനാകാൻ പറ്റുമോ? ധോനി അദ്ദേഹത്തിൻ്റെ പകരക്കാരനാകാൻ സഞ്ജുവിന് പറ്റുമോ? ഒരിക്കലും പറ്റും. ആ വ്യക്തിത്വങ്ങളെയൊന്നും ഇതിനോട് കൂട്ടിച്ചേർക്കാം. എനിക്ക് തോന്നുന്നു ഈ ഒരു 2 സീസൺ അല്ലെങ്കിൽ ഈ സീസൺ അടുത്ത സീസണോട് ധോണി ചിലപ്പോൾ ക്രിക്കറ്റിൽ നിന്ന് ചിലപ്പോൾ വിട വാങ്ങാൻ അല്ലെങ്കിൽ വിരമിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിന് ശേഷം സഞ്ജു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ്. CSKയുടെ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? ഞാനെപ്പോഴും ഒരു കളിപ്രേമി, നമ്മൾ ചിലരുടെ തണലിൽ ജീവിക്കും, ചിലർ തണലിൽ കളിച്ചു വരും. നമ്മളൊരു ടീമിൽ ചെന്ന് ചേരുമ്പോൾ നമുക്ക് ഒരു സീനിയേഴ്സ് ഉണ്ടാവും. ആ സീനിയേഴ്സ് പക്ക സ്പോർട്സ്മാൻമാരാണെങ്കിൽ, ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ താങ്ങും, മക്കളെ പോലെ നമ്മളെ കരുതും, ഫീൽഡിലും കരുതും. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു എനർജി. എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ കളി കാണാൻ വെളിയിലിരിക്കുന്ന എൻ്റെ കോച്ച്. അവരെന്നെ ഇറക്കി വിട്ട് 11 പേര്, ഞങ്ങൾ 10-30 പേരുണ്ട്. 11 പേരിൽ എന്നെ ഇറക്കി വിട്ട് എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. എനിക്ക് വേണ്ടിയല്ല ചെയ്യേണ്ടത്, എനിക്ക് അവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, എന്നെ വിശ്വസിച്ചവർക്ക് വേണ്ടി, ടീമിന് വേണ്ടി, എൻ്റെ കോച്ചിന് വേണ്ടി, എൻ്റെ ക്യാപ്റ്റന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഈ ആവേശമാണ് നമ്മളെ എവിടെയെങ്കിലും. അപ്പോൾ ആ ആവേശത്തിലാണ് നമ്മൾ പലതും മറക്കും, നമ്മൾ ഗെയിമിലോട്ട് വരും. തിരിച്ച് കളി കഴിഞ്ഞ് തിരിച്ച് പുറത്ത് വരുമ്പോൾ അവർ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു തട്ട് കെട്ടില്ലേ, അതാണ് സമ്മാനം. നമ്മുടെ സീനിയേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു അംഗീകാരമില്ലേ, കളിച്ച് വന്നടാ മോനെ നീ കളിച്ചടാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഹഗ് തരില്ലേ, ആ തരുന്നത് പ്രതീക്ഷിക്കുന്ന നമ്മളാണ്. ആ കിട്ടുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ നമ്മുടെ സീനിയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് കളിക്കാൻ ഞാനൊരിക്കലാവും. എന്നെ ഇപ്പം എൻ്റെ മോൻ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ, എൻ്റെ സീനിയർ ഇരിക്കട്ടെ, എക്സ്പീരിയൻസ് എനിക്ക് കിട്ടട്ടെ. കാര്യം എന്ത്, അദ്ദേഹം എത്ര കാലം കളിച്ച് പോകണോ, എനിക്ക് നാളെ എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ആർക്കുണ്ടാവും? എൻ്റെ മകനുണ്ടാവും. അപ്പൊ ധോനിജി കളിക്കുമ്പോ അവൻ വിചാരിക്കും ഇത്ര വയസ്സായി ആ ചേട്ടൻ കളിക്കുന്നു, അപ്പൊ നാളെ എനിക്കും ആ ചേട്ടൻ്റെ അത്രയും പ്രായത്തിൽ കളിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ ആർക്ക് വരണം? അതുകൊണ്ട് ആ സീനിയർ ഒന്നും നല്ല ഫോമിൽ ഒരു ലീഡറായിട്ട് നമ്മളോട് നിൽക്കാൻ ആഗ്രഹിക്കും. അദ്ദേഹം ഉണ്ടാവും, പക്ഷേ ഈ പറഞ്ഞല്ലേ അദ്ദേഹം അല്ലല്ലോ ഇപ്പൊ ക്യാപ്റ്റൻ ഉള്ളത്. ആയിക്കോട്ടെ, ക്യാപ്റ്റൻ അദ്ദേഹം അല്ലെങ്കിലും പൃഥ്വിരാജാണ് ക്യാപ്റ്റനെങ്കിലും തല എവിടെ, ആരുടെ തല നമുക്കെല്ലാം അറിയാം. പൃഥ്വിരാജിന്റെ ഓരോ മൂവ്മെന്റും ഇവിടുന്ന് ഒരു ആംഗ്യം പോവും. ഏത് ധോനിജിയുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ, ചെറിയൊരു ഇൻഫർമേഷൻ, ഒരു ഇഷാര, ഹിന്ദിയിൽ ഒരു ഇഷാര, അത് കിട്ടും, പൃഥ്വിരാജിന് കിട്ടും. ഇല്ലെന്ന് പറയാക്കോ? 100%. അദ്ദേഹം ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ പൃഥ്വിരാജ് എന്ത് ചെയ്യും പറയും. അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റിൽ അദ്ദേഹത്തെ നോക്കും. ഞാൻ ചിന്തിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോ ധോനിജിയുടെ മുഖത്ത് വിളിക്കണോ വേണ്ടയോ പൃഥ്വിരാജ് അത് നോക്കും, അവിടെ നിന്ന് പറയും, നമ്മൾ കാണൂല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വരട്ടെ, നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ സെമി ഫൈനലാണ് സഞ്ജുവിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇത് തന്നെ. എൻ്റെ മകൻ ഇപ്പോൾ ഈ കളിയിൽ തിരിച്ചു വന്നു. ഈ ക്വാർട്ടർ ഫൈനൽ ഗെയിമിലും അവൻ എന്ത് ചെയ്യണമെന്ന് അവന് ഉത്തരവാദിത്വം വന്നു. അപ്പം ഈ ഉത്തരവാദിത്വം അവൻ അടുത്ത കളിയിലും നിറവേറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ മകൻ അവൻ്റെ ആ ഉത്തരവാദിത്വം, അവൻ്റെ റെസ്പോൺസിബിലിറ്റി, ടീമിന് അവൻ എന്ത് ചെയ്തു ഇപ്പം ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് നമുക്കൊരു അംഗീകാരം. അതിൽ പിറകെ എന്തുകൊണ്ട് നമുക്കൊരു വിഷയമില്ല. സഞ്ജു 3 ചപ്പാത്തി കഴിക്കും, 2 നിക്കർ ബനിയൻ ഇടും, ഒരു വീടുണ്ട്. ഇത് അല്ലാതെ അവന് ഇത് എന്തൊക്കെയോ വന്നു, അത് നോ അതിനെക്കുറിച്ച് ചിന്ത അവനും ഇല്ല, എനിക്കും ഇല്ല. ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങളുടെ പിറകെ വരുന്നു അത് ഞങ്ങൾക്ക് ചിന്തയില്ല. ഇപ്പൊ എൻ്റെ മകൻ ആ കളി കളിച്ച് തീർത്ത് ഇറങ്ങിപ്പോയില്ലേ, ഇറങ്ങിപ്പോയപ്പോൾ കൂടെ കളിച്ചവരൊന്നും അവനെ അംഗീകരിച്ചില്ലേ. കെട്ടിപ്പിടിച്ച് ഗൗതംഭായി കെട്ടിപ്പിടിച്ചിട്ട് ആ നിൽക്കുന്നത് അയാളുടെ ഫേസ് ഞാൻ കണ്ടു. അവനെ കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ചിങ്ങനെ, ഈ സാധനം അവന് ഇനിയും കിട്ടണം, അദ്ദേഹം ഇനിയും അവന് അങ്ങനെ ചെയ്യണം.
അപ്പോൾ എൻ്റെ മകൻ ആ ഒരു ഫീലിങ്സ് കിട്ടാൻ വേണ്ടി അവൻ എന്ത് ചെയ്യണം, അവൻ എന്ത് ചെയ്തിട്ട് പോയോ അത് തുടരും. അവൻ ഇനിയും തുടരണം, ടീമിന് വേണ്ടി. അവൻ കുറേ കാലമായി രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗമായിരുന്ന അവൻ ഇപ്പോൾ അത് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലോട്ട് വരികയാണ്. ഈ സീസൺ മുതൽ വരികയാണ്. അങ്ങനെ അവർ ഇവനെ വിശ്വസിച്ച് അവരെന്തൊക്കെയോ അവരുടെ നഷ്ടപ്പെടുത്തി. അവരുടെ ലൈഫ് ടൈം IPL സ്റ്റാറായിരുന്ന ജഡേജ അദ്ദേഹത്തെ അവരെ മാറ്റി നിർത്തി, സാം കർണെ തിരിച്ചു കൊടുത്തു. ഇയാൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചല്ലേ എൻ്റെ മകനെ കൊണ്ട് അവിടെ വിളിച്ചു വരുത്തിയത്. അവരുടെ കാര്യങ്ങൾക്ക് അവർ ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഇവന് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള അതൊരു വലിയ ആശങ്ക. ഒരു ഫ്രാഞ്ചൈസി നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ എന്തൊക്കെയോ നൽകി അവരുടെ അടുത്ത് കൊണ്ടുപോകണം. അവിടെ എൻ്റെ മകൻ ഈ വിചാരിക്കുന്ന രീതി അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് പെർഫോം ചെയ്ത് കൊടുക്കുമോ, എന്താകും എൻ്റെ സ്പോർട്സിൽ ഗ്രൗണ്ടിൽ അവൻ്റെ പെർഫോമൻസിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. ഇതിൽ മറ്റുള്ള ബാക്കിലൂടെ എന്തൊക്കെ വരുന്നോ പോണത് നമ്മൾ ചിന്തിക്കുന്നില്ല, നമുക്ക് അറിയില്ല, അതിൻ്റെ ആവശ്യമില്ല. ആ ഒരു ആശങ്ക ഭയങ്കരമായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി, അവനത് ചെയ്തു തീർത്തപ്പോൾ